അതേ ശഹ്റു റമളാനല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ. ഖുർആൻ ഇറങ്ങിയ മാസമാണ് റമളാൻ. അത്ഭുതങ്ങളുടെ ദിനരാത്രങ്ങൾ ലോകത്ത് സമ്മേളിച്ച മാസമാണ് റമളാൻ. പരിവർത്തനത്തിന്റെ കേന്ദ്രബിന്ദുവായി മാറിയ അത്ഭുതങ്ങളുടെ കലവറയായി തീർന്നതാണ് റമളാൻ. ഈ റമളാൻ ആരൊരാൾ നന്മ ചെയ്തോ അവന് വല്ലാത്ത പ്രതിഫലമുണ്ടേ. ഒരു സുന്നത്തിന് അതേ മറ്റുള്ള മാസങ്ങളുടെ പ്രതിഫലമാ. ഒരു ഫർദിന് കിട്ടുന്നത് ഇരട്ടി പ്രതിഫലങ്ങളാ. അത് മാത്രമല്ല, അത്ഭുതങ്ങളുടെ കലവറീത്ത റമളാന, പരിവർത്തനത്തിന്റെ പടപ്പാട്ട് പാടിയ റമളാന, അത്ഭുതങ്ങളുടെ വിരിമാറ് സമ്മേളിച്ച റമളാന, എന്തുകൊണ്ടും അനുഗ്രഹങ്ങളുടെ വല്ലാത്ത പോറ്റില്ലമായി മാറുന്ന ഉന്നതമായ മാസങ്ങളുടെ രാജാവാണേ റമളാൻ. അതല്ലേ അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വശഅബാൻ വബല്ലഗ്നാ ഇലാ റമളാൻ. റമളാന്റെ അതേ റജബിന്റെ തുടക്കം മുതൽ അതിൻ്റെ ചന്ദ്രൻ ഉദിക്കുന്നത് മുതൽ ഇന്ന് വരെ നമ്മൾ പിറയിൽ എത്തപ്പെടുന്നത് വരെ നമ്മൾ ദുആ ചെയ്യുകയാണ്. അല്ലാഹുവേ, റജബിലും അതുപോലെ ശഅബാനിലും നീ ബറകത്ത് ചെയ്യുകയും റമളാൻ ഞങ്ങളിലേക്ക് സ്വാഗതമാക്കുകയും ഞങ്ങളിലേക്ക് അടുപ്പിച്ചു തരുകയും എത്രയും വേഗം അതിവേഗദൂരം ഞങ്ങളിലേക്ക് എത്തിത്തരുകയും ചെയ്യണേ അല്ലാഹ് എന്ന് ലോകത്തുള്ള മുഅ്മിനീങ്ങളെ മുഅ്മിനാത്തുകളെ മുഴുവനും വിളിച്ചോതപ്പെട്ടതല്ലയോ. അതുകൊണ്ട് റമളാൻ ഒരു സുന്ന ചെയ്താനുള്ള പ്രതിഫലം മിണ്ടാതിരുന്ന തസ്ബീഹിന്റെ പ്രതിഫലമാ. ഒരു തസ്ബീഹിന്റെ പ്രതിഫലമാ. മറ്റുള്ള മാസങ്ങളെ പോലെയല്ല. ആരെങ്കിലും തെറ്റ് ചെയ്താൽ ഇരട്ടി ശിക്ഷ ലഭിക്കുന്നുണ്ട്, ഇരട്ടി പ്രതിഫലവും ലഭിക്കുന്നുണ്ട് നന്മ ചെയ്താൽ. അങ്ങനെയുള്ളൊരു മാസമാണ് റമളാൻ. പരിവർത്തനത്തിന്റെ മാസമാ, ഹൃദയശുദ്ധിയുടെ മാസമാ, ആത്മ സംസ്കരണത്തിന്റെ മാസമാ, പാവങ്ങളെ തിരിച്ചറിയുന്ന മാസമാ, പത്നിയെ തിരിച്ചറിയുന്ന മാസമാ, അതേ പരിവർത്തനത്തിന്റെ തിരിച്ചറിയുന്ന മാസമാ, നാവുകളെ ശുദ്ധമാക്കാൻ പറ്റിയ മാസമാ, മനസ്സിനെ മൃദുലമാക്കാൻ പറ്റുന്ന മാസമാ, ചതികളിൽ നിന്ന്, വഞ്ചനകളിൽ നിന്ന്, ആരോപണങ്ങളിൽ നിന്ന്, ആക്ഷേപങ്ങളിൽ നിന്ന്, ഫിത്നകളിൽ നിന്ന്, മറ്റുള്ളവരെ പറയിൽ നിന്ന്, ചെയ്യുന്നതിൽ നിന്നൊക്കെ മാറി നിൽക്കാൻ പറ്റുന്ന മാസമാ. അതുകൊണ്ട് മനസ്സാ വാചാ കർമ്മണ എല്ലാ നിലയിലും ഒരുങ്ങിച്ചേണ്ട മാസമാണ് റമളാൻ. ശഹ്റു റമളാനല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ. റമളാന്റെ മഹത്വം കൊണ്ടാണ് ഈ മാസത്തിൽ അല്ലാഹു ഖുർആൻ ഇറക്കിയത്. മാത്രമല്ല, വിശുദ്ധമായ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നു എന്തെന്നറിയാമോ? ആരൊരാൾ റമളാനെ ഇഷ്ടപ്പെട്ടുകൊണ്ട് റമളാനെ സ്നേഹിച്ചുകൊണ്ട് ജീവിച്ചു കഴിഞ്ഞാൽ പോലും, അതിനെ ആദരവുകളെ ആസ്വദിച്ച് ജീവിച്ചാൽ പോലും പ്രതിഫലമുണ്ടെന്ന് മഹാന്മാര് പഠിപ്പിക്കുന്നു. അങ്ങനെയുള്ളൊരു മാസമില്ലേ ഇല്ല. സ്വർഗത്തിന്റെ സർവ്വ കവാടങ്ങളും തുറക്കപ്പെടുന്ന മാസം, നരകത്തിന്റെ സർവ്വ കവാടങ്ങളും ഒട്ടടയ്ക്കപ്പെടുന്ന മാസം, പരിവർത്തനത്തിന്റെ മാസം, അനുഗ്രഹത്തിന്റെ മാസം, പോരിശയുടെ മാസം, വല്ലാത്ത ഭേമാരികളുടെ ദറജകൾ ഏറ്റിയെടുക്കാൻ പറ്റുന്ന മാസമാണ്. അതുകൊണ്ട് ഒരുങ്ങണേ, ഒരുക്കം ഒരുങ്ങണേ, വീടുറങ്ങി ഒരുങ്ങണേ, മനസ്സൊരുങ്ങണേ. നമ്മുടെ നമസ്കാരങ്ങളിലേക്ക്, ദിക്റുകളിലേക്ക്, സ്വലാത്തുകളിലേക്ക് മറ്റുള്ള മാസങ്ങളെക്കാൾ വല്യമായ നിലയിൽ ധന്യമാക്കേണ്ട മാസം, എൻ്റെ ഹൃദയം ശുദ്ധമാക്കേണ്ട മാസം വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ടല്ലോ. എന്തെന്നറിയാമോ? വിശുദ്ധ ഖുർആൻ പറയുന്നു, കമാ കുതുബ അലല്ലദീന മിൻ ഖബലികും ലഅല്ലകും തത്തഖൂൻ യാ അയ്യുഹല്ലദീന ആമനൂ കുതുബ അലൈക്കുമുസ് സിയാം കമാ കുതുബ അലല്ലദീന മിൻ ഖബലികും ലഅല്ലകും തത്തഖൂൻ. അതാ വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. എന്താണെന്നറിയോ? യാ അയ്യുഹല്ലദീന ആമനൂ, അല്ലയോ വിശ്വസിച്ചതായ ജനങ്ങളെ, വിശ്വസിയായ ജനങ്ങളെ. അതേ വിശുദ്ധമായ അധ്യായത്തിലൂടെ നമ്മെ പഠിപ്പിക്കുകയാണ്. യാ അയ്യുഹല്ലദീന ആമനൂ കുതുബ അലൈക്കുമുസ് സിയാം കമാ കുതുബ അലല്ലദീന മിൻ ഖബലികും ലഅല്ലകും തത്തഖൂൻ. നിങ്ങളുടെ മുൻഗാമികൾക്ക് നോമ്പ് നാം നിർബന്ധമാക്കപ്പെട്ടതുപോലെ നിങ്ങൾക്കും ഞാൻ നോമ്പ് നിർബന്ധമാക്കപ്പെട്ടിരിക്കുന്നു. എന്തിനു വേണ്ടി? ലഅല്ലകും തത്തഖൂൻ. നിങ്ങൾ സൂക്ഷ്മതയുള്ളവരാകാൻ വേണ്ടി, നിങ്ങൾ തഖ്വയുടേവരാകാൻ വേണ്ടി എന്ന് ഖുർആൻ പറയുന്നു.